മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നിരത്തിയ വസ്തുതകൾ ചിന്തിക്കുകയാണെങ്കിൽ ചില ശാസ്ത്രവിസ്മയങ്ങളിലേക്ക് നാം എത്തിച്ചേരും. സ്ത്രീയുടെ അണ്ഡവുമായി പുരുഷബീജം കൂടിച്ചേരുമ്പോഴാണ് ജനിക്കേണ്ട കുട്ടിയുടെ സത്ത രൂപപ്പെടുന്നത്. ജീവശാസ്ത്രത്തിൽ ഈ ഏകകോശത്തെ സൈഗോട്ട് എന്ന് വിളിക്കുന്നു. ഈ സൈഗോട്ട് വിഭജിക്കപ്പെടുകയും പുനരുൽപ്പാദിപ്പിക്കപ്പെടുകയും എംബ്രിയോ അഥവാ ഭ്രൂണം എന്ന് വിളിക്കപ്പെടുന്ന മാംസപിണ്ഡമായി പരിണമിക്കുകയും ചെയ്യുന്നു. ഈ ഒട്ടിയ ഭാഗത്തുകൂടിയാണ് ഭ്രൂണം അതിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ വസ്തുക്കൾ മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് ലഭ്യമാക്കുന്നത്. ഇവിടെ വളരെ സാരവത്തായ ഒരു വികസനത്തിലേക്ക് ഖുർആൻ വിരൽ ചൂണ്ടുന്നു. മാതാവിൻ്റെ ഗർഭാശയത്തിൽ വികാസം പ്രാപിക്കുന്ന ഭ്രൂണത്തെ സൂചിപ്പിക്കുവാൻ ഖുർആൻ അലഖ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വായിക്കുക, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ. അലക്കിൽ നിന്നും അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. വായിക്കുക, നിന്റെ നാഥൻ അത്യുദാരനാകുന്നു. അലഖ് എന്ന അറബി വാക്കിന്റെ അർത്ഥം ഒട്ടിപ്പിടിക്കുന്ന വസ്തു എന്നാണ്. ഭാഷാർത്ഥ പ്രകാരം രക്തപാനം ചെയ്യുവാൻ പറ്റിപ്പിടിക്കുന്ന അട്ടയെ സൂചിപ്പിക്കാൻ ഈ വാക്കുപയോഗിക്കുന്നു. തീർച്ചയായും ഇത്രയും അനുയോജ്യമായ വാക്ക് മാതാവിൻ്റെ ഗർഭാശയത്തിലെ ഭ്രൂണത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചതിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പ്രപഞ്ചനാഥനായ ദൈവം തമ്പുരാന്റെ വചനങ്ങളാണെന്ന് ഒരിക്കൽ കൂടി സ്ഥാപിക്കുന്നു.